നമസ്കാരം. ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്നറിയാം. അപ്പം ഞാൻ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം അതിന് വേണ്ടിയ സാധനം ആദ്യം ഞാനൊരു എടപ്പനും മുറും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സി പൊടിക്കാനുള്ള സാധനം എല്ലാം എടുത്തു. പിന്നെ ഞാനാണെങ്കിൽ ഇത്രയും മൈദ 250 ഗ്രാം മൈദ, ഒരു കുഴിയൽ പഞ്ചസാര, 250 ഗ്രാം, പിന്നെ 150 ഗ്രാം എണ്ണ, പിന്നെ നമ്മൾ ഈ ബ്രാൻഡിക്കകത്ത് ഇട്ട് വെച്ചിരുന്ന നമ്മളിത് ക്രിസ്മസിനുണ്ടാക്കാൻ വേണ്ടി അതിലെ കുറച്ച് കൊടുക്കാം. പിന്നെ ഇതും കൊണ്ട് കുറച്ച്. പിന്നെ നമുക്ക് വേണ്ടിയത് ആദ്യം ഞാനിതെല്ലാം ഒന്ന് എല്ലാം എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ വാനില എസൻസും ഇത്രയും സാധനം, മുട്ട 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതെല്ലാം എടുത്തൊന്ന് നമുക്ക് ഈ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടി ഇട്ട് ഉടഞ്ഞ് 1 2 3 വട്ടം ഇടഞ്ഞു. അത് എത്രയും ഇടയുന്നു അത്രയും നല്ലതാണ്. അപ്പം ഞാനത് 3 വട്ടം ഇടഞ്ഞൊന്ന് മാറ്റി വെച്ചു. അപ്പം നമ്മുടെ ഓവൻ നമ്മൾ 150 ഡിഗ്രി ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പകുതി പഞ്ചസാര പൊടിക്കാൻ വെച്ചിട്ടുണ്ട്. അത് 4 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. ബാക്കി ഇത്രയും പഞ്ചസാര നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ക്യാരമലാക്കാം നമുക്കിത്. നമ്മുടെ പഞ്ചസാരയും ഗ്രാമ്പും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. 4 ഗ്രാമ്പൂ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആ ചരുവം വെച്ച് പഞ്ചസാര ഇട്ട് നമുക്കിതൊന്ന് ക്യാരമലാക്കാം. അപ്പം പഞ്ചസാര എവിടെ നിന്ന് ക്യാരമലാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മുട്ട എടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കും. അപ്പം ഞാൻ 2 മുട്ടയാണ് ചേർത്തേക്കുന്നത്. അപ്പം നമുക്ക് ആ 2 മുട്ടയൊന്ന് പഞ്ചസാരയും ഞാൻ ഇളക്കുന്നുണ്ട് ക്യാരമലായി. അത് നമുക്ക് ഇതൊന്ന് അടിക്കാം. അപ്പം മുട്ട നമ്മൾ നല്ലോണം അടിച്ചെടുത്തതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വാനില എസൻസ് ചേർക്കാം. അപ്പം അതുകൂടെ നമുക്കൊന്ന് വെച്ചൊന്ന് അപ്പം ഞാൻ പഞ്ചസാര അത് അടിച്ച് വെച്ചതിനകത്തോട്ട് നമ്മൾ വാനില എസൻസും 2 മുട്ടയും കൂടെ അടിച്ച് വെച്ച് ഇനി നമുക്ക് ഈ എണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിക്കാം. 150 ഗ്രാം എണ്ണ ഒഴിക്കാം. നമുക്ക് അതും ഒന്ന് ശരിക്കാം. നമ്മൾ അതും അഴിച്ചു വെച്ചു. ഇനി നമുക്ക് നമ്മളെ പൊടിച്ച പഞ്ചസാര ഗ്രാമ്പും കൂടി ഇട്ട് നമ്മൾ അതും ഇതിനകത്തോട്ട് ഇടാം. പഞ്ചസാര പൊടിക്കാൻ അതിനകത്ത് 4 ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര കിടന്ന് ക്യാരമലാവുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇളക്കുന്നുമുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അടിച്ച് മാറ്റി. അപ്പം നമ്മൾ അതെല്ലാം അടിച്ചെടുത്തിട്ട് ഇതായിട്ടുണ്ട്. നമുക്ക് അപ്പം നമ്മളത് അടിച്ചതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാരമലാവുക, പിന്നെ ചരുവത്തിനകത്ത് പഞ്ചസാര. അപ്പോൾ അത് നമുക്കൊന്ന് അതിനകത്തോട്ട് നമുക്ക് ഇനി നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന ഈന്തപ്പഴമോ അണ്ടിപ്പരിപ്പോ ഒക്കെ കൂടി ഇടാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാനിങ്ങനെ ഒരു കുപ്പിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര ക്യാരമലായിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമ്മുടെ ക്യാരമൽസിനകത്തോട്ട് ഇച്ചിരി പച്ചവെള്ളം അതെടുത്ത് നമുക്കൊന്ന് അതങ്ങ് ഉരുവിക്കുള്ളൂ. തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്.
നമ്മുടെ ക്യാരമലെല്ലാം നല്ലതായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ടിടും. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഞാൻ ചില തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ മിക്സിക്കകത്ത് അരച്ച് വെച്ചിരുന്നത് അതെല്ലാം കൂടെ ഇങ്ങനെ അടിച്ച് വെച്ചിരുന്ന എല്ലാം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കും. ഒന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് തീ അങ്ങ് കെടുത്താം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ, നാറ്. അപ്പം നമ്മൾ എടുത്ത് വെച്ചതിനകത്തോട്ട് നമ്മുടെ മൈദ നമുക്ക് ഇച്ചിരിച്ചിരിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഇടഞ്ഞ് 3 വട്ടം ഇടഞ്ഞ് വെച്ചിരുന്നതായി ഈ മാവ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയൊന്ന് ഇതിനകത്തോട്ട് തന്നെ വെച്ച് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഈ മാവ് മൊത്തം നമുക്കങ്ങ് ഇടാം. ആ മാവ് മൊത്തം നമുക്ക് ഇട്ടിട്ട് ഇങ്ങനെയൊന്ന് നമുക്കിതൊന്ന് ഇളക്കാം. ഇതുപോലുള്ള ഒരു ട്രേക്കകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിച്ച് വെക്കാം. അപ്പം ഞാൻ അതെല്ലാം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി ഏറെ ഉണ്ട്, നിറച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു സ്കൂപ്പിട്ട് നമുക്കിങ്ങനെ ഒന്ന് കാണിക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് പൊങ്ങുവാണെങ്കിൽ മേളിലോട്ട് പൊങ്ങിക്കോട്ടെ. അപ്പം ഞാൻ 150 ഡിഗ്രി ഞാൻ ഓവൻ ചൂടാക്കിയിട്ടേക്കും. നമുക്ക് അതിനകത്തോട്ട് ഇതൊന്ന് വെക്കാം. അപ്പം ഞാൻ അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു 3/4 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ കേക്കെല്ലാം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വേണ്ട ഞാൻ ഇതിനി ഒന്ന് തണുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങളെ ഇതെല്ലാം ഞാൻ നാളെ തണുത്തിട്ട് കണ്ടിക്കുമ്പം കാണിക്കാം. ഓക്കെ ബൈ. എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമോ. ഓക്കെ ബൈ.